നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. NHM ജീവനക്കാരുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജൻ ജെ പല്ലൻ. സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപ്പിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് നെഹ്റു യുവകേന്ദ്ര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മേരാ യുവഭാരത് എന്ന് സംസ്ഥാന കായിക മന്ത്രി OJ ജനീഷ്. വടക്കാഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസിനുള്ളിൽ കടത്താൻ ശ്രമിച്ച രാസലഹരിയുമായി യുവാവ് പിടിയിൽ. വാർത്തകൾ വിശദമായി. NHM ജീവനക്കാരുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജൻ ജെ പല്ലൻ. ആരോഗ്യരംഗത്ത് ജനങ്ങൾ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് NHM ജീവനക്കാർ നിർവഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് രാജൻ പല്ലൻ. ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു. നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് അസോസിയേഷൻ INTUC തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, സീനിയർ ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ TS മായാദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് ജോസ്, വൈസ് പ്രസിഡന്റ് അനൂജ് DT, ജില്ലാ ജനറൽ സെക്രട്ടറി സോണിയ ജെയിംസ്, NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത്, KGOU സംസ്ഥാന കമ്മിറ്റി അംഗം KP ഗിരീഷ്, ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശകുന്തള സജീവ്, ഡോക്ടർ അനു വർഗീസ് പുത്തനങ്ങാടി, CU സുരേഷ് എന്നിവർ സംസാരിച്ചു. ഞാൻ 2 ദിവസം മുമ്പ് സുന്ദരനോട് സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപ്പിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മുൻപ് നെഹ്റു യുവകേന്ദ്ര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മേരാ യുവഭാരത് എന്ന് സംസ്ഥാന കായിക യുവജനകാര്യമന്ത്രി OJ ജനീഷ്. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയറായി പ്രവർത്തിച്ചിരുന്നുവെന്നും നേതൃത്വപരമായ അനുഭവങ്ങൾ തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഗുണം ചെയ്തെന്നും OJ ജനീഷ് പറഞ്ഞു. 2026 ഓഗസ്റ്റ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നശാമുക്ത് യുവ വീക്ഷിത് ഭാരത് സങ്കൽപ് അഭിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന സംസ്ഥാനതല നശാമുക്ത് യുവ വീക്ഷിത് ഭാരത് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനതല വിജയികൾക്ക് ഡൽഹിയിൽ നടക്കുന്ന ദേശീയതല കോൺക്ലേവിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. നാടോടിഗാനം, നൃത്തം, മൈം, പെയിന്റിംഗ്, പ്രസംഗം, റീൽ നിർമ്മാണം, മുദ്രാവാക്യ രചന, സ്ലാം കവിത എന്നിവയിലെ മത്സരങ്ങളും പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമാണ്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരായ സന്ദേശം പ്രചരിപ്പിക്കാൻ യുവാക്കളുടെ സർഗാത്മകതയും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന നാശമുക്തി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് മേരാ യുവഭാരത് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന എന്നിവരെ ബോധവൽക്കരിക്കാനും നെഹ്റു യുവകേന്ദ്ര എന്ന പേരിൽ സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ രാജ്യത്തെ യുവാക്കളെ രാജ്യത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു സംവിധാനമാണ്. ഇന്നത് മേരാ ഭാരത് എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ കൂടി ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കാഴ്ചപ്പാടുകളിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം കൂടിയാണ്. നെഹ്റു യുവകേന്ദ്ര ആയിരുന്ന കാലഘട്ടത്തിലാണ് തൃശ്ശൂരിൽ ഇതിൻ്റെ സംഘാടനത്തിൻ്റെയൊക്കെ ഭാഗമായി പങ്കെടുക്കാനുള്ള വോളണ്ടിയറായിട്ട് 2 വർഷക്കാലം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. നെഹ്റു യുവകേന്ദ്രയുടെ മാള ബ്ലോക്കിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ 2 വർഷക്കാലം ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലൊക്കെ കടന്നു വരുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഭാഗമാണെങ്കിൽ കൂടി
ഈ സമയത്തെല്ലാം തന്നെ അന്നത്തെ നെഹ്റു യുവകേന്ദ്രയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സമയങ്ങളിൽ അതിന്റെ ക്യാമ്പുകളിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടിയിരുന്ന നേതൃപരമായ അനുഭവങ്ങളെല്ലാം തന്നെ പിൽക്കാലത്ത് പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഒരുപാട് ഗുണകരമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ കാലം മുഴുവൻ ഈ രാജ്യത്തെ പുതിയ തലമുറയിലെ യുവാക്കളെ വാർത്തെടുക്കുന്നത്, അവരെ പൊതു സംവിധാനങ്ങളിലേക്ക് ഭാഗമാക്കി മാറ്റുന്നത്, പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത്, രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് അറിയാതെ പ്രവേശിച്ചു പോയ ഒരുപാട് ആളുകളൊക്കെ തന്നെ നെഹ്റു യുവകേന്ദ്രയുടെ കൂടി ഭാഗമായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നും കൂടിയാണ്. ചെറുപ്പക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും ഒക്കെ പ്രവർത്തിക്കാൻ, അവർക്കിടയിലൊക്കെ ബോധവൽക്കരണങ്ങൾ നടത്തുവാൻ, ക്ലബ്ബുകളെ കോർഡിനേറ്റ് ചെയ്തുള്ള യുവജന ക്ലബ്ബുകളെ കോർഡിനേറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുക്കാൻ ഒരു വലിയ കാലഘട്ടം മുഴുവൻ നെഹ്റു യുവകേന്ദ്ര എന്ന പേരിൽ ഈ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇന്നത് മൈ ഭാരത് എന്ന പേരിലുള്ള നേര യുവഭാരത് എന്ന പേരിലാണ് എങ്കിൽ കൂടി പേരിൽ മാത്രമാണ് മാറ്റം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ നയങ്ങളിലും കാഴ്ചപ്പാടുകളിലും മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. മേരാ യുവ ഭാരത് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പോകുന്ന ഈ ക്യാമ്പയിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. I heartily welcome the co-strength of Mera. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തി. ഓഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസ് 66 സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് കരുമത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സ്ക്വയറിൽ നടന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് AR ഫൈസൽ പതാക ഉയർത്തി. സ്ഥാപക ദിനാചരണം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വിനോദ് മാടവന, NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, ഷഹന നൌഷാദ്, ജസ്റ്റിൻ പാണേങ്ങാടൻ, CO അലൂഷ്യസ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ AB ആഷിഖ്, ദീപ സന്തോഷ്, ആൽബിൻ സിബി, AB സഞ്ജയ്, KJ അജോൺ, PJ ഷാരോൺ, NC അഖിൽ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചിട്ട് കരിമത്ര മേഖലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് കരിമത്രയിൽ യൂത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ തെക്കഞ്ചേര മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ AA ഫൈസൽ, ഈ സ്ഥാപക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിനോദ് മാടവന, ശ്രീ ജെയിംസ് കുണ്ടുകുളം, ജസ്റ്റിൻ പാണേങ്ങാടൻ, CO അലോഷ്യസ്, ഷഹന നൌഷാദ് തുടങ്ങി ഈ പതാക ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യവ്യാപകമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തലും വിവിധ തലങ്ങളിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും നടക്കുകയാണ്. നമുക്കറിയാം, രാജ്യം ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെട്ടിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് കരുത്തായി, കാവലായി ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും വരും കാലങ്ങളിലും രാജ്യത്തിന്റെ ഏത് പ്രതിസന്ധി വന്നാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ യുവജന പ്രസ്ഥാനമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈ രാജ്യത്തിന് കാവലായി ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപക ദിനാചരണത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ജയ് യൂത്ത് കോൺഗ്രസ്. ജയ് ജയ് യൂത്ത് കോൺഗ്രസ്. ജയ് ജയ് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. സ്ഥാപക ദിനം സിന്ദാബാദ്. സ്ഥാപക ദിനം സിന്ദാബാദ്. പതാക ഉയർത്തൽ സിന്ദാബാദ്. പതാക ഉയർത്തൽ സിന്ദാബാദ്. ജയ് ജയ് യൂത്ത് കോൺഗ്രസ്. ജയ് ജയ് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും നടത്തി. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കുംകര ഉമ്മൻചാണ്ടി സ്ക്വയറിൽ PN വൈശാഖ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമട്ടിൽ അധ്യക്ഷനായി. മുൻ പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ VA ശ്രീകാന്ത്, അബ്ദുൽ സലാം, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ VJ ജമാൽ, P ദുർഗദാസ്, പ്രവർത്തകരായ PN മുഹമ്മദ് സാബിദ്, മുഹമ്മദ് അൽഹസ്, സാലിഹ്, അഫ്നാസ്, സനൽ ഉണ്ണി, അഭിജിത്ത്, സവാദ്, ഇല്യാസ്,
വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി സുനിൽകുമാർ, വാർഡ് പ്രസിഡന്റ് നിഷ ജിനി, മുൻ വാർഡ് മെമ്പർ രാജേന്ദ്രൻ, പ്രവർത്തകരായ ഹൈദ്രോസ്, നിഷാദ്, ഹരിദാസ്, ഹരി അച്ചിങ്ങര എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസിനുള്ളിൽ കടത്താൻ ശ്രമിച്ച രാസലഹരിയുമായി യുവാവ് പിടിയിലായി. കുന്നംകുളം സ്വദേശിയായ യുവാവാണ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് വരികയെന്ന ടൂറിസ്റ്റ് ബസിനുള്ളിൽ MDMA കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. വടക്കാഞ്ചേരി ജില്ലാ പരിസരത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. ട്രെയിനുകൾ വഴിയുള്ള ലഹരിക്കടത്തിന് തടയിടാൻ അധികൃതർ ട്രെയിനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കുന്നതിനിടയിലാണ് ടൂറിസ്റ്റ് ബസുകൾ കേന്ദ്രീകരിച്ചും ലഹരി മാഫിയകൾ ലഹരിക്കടത്ത് നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് മറോട്ടിച്ചാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു. മറോട്ടിച്ചാൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റജിൻ ജോർജ് പതാക ഉയർത്തി. പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ശ്രീനിവാസൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, പഞ്ചായത്ത് അംഗം ജോസി ബേബി, അരോഷ് TA, ഷാൻസ് പൌലോസ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പർവ്വതാക പറക്കു പതാകെ, പർവ്വതാക പറക്കു പതാകെ, ഞങ്ങളെയാകെ ഉണർത്തു പതാകെ, ഞങ്ങളെയാകെ ഉണർത്തു പതാകെ, നീലാകാശ പരപ്പിനു മീതെ. KSKTU മാടക്കത്ര മേഖലാ കമ്മിറ്റിയുടെ പെൻഷൻ വീട്ടിലേക്ക് എത്തിക്കുക എന്ന മുദ്രാവാക്യം വെച്ച് UDF VD സതീശൻ ഗവൺമെന്റിനെതിരെ സായാഹ്ന ധർണ പാണ്ടിപ്പറമ്പ് സെന്ററിൽ CPIM മാടക്കത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ബോബി അധ്യക്ഷത വഹിച്ചു. AM അശോകൻ, ഗിരിധരൻ എന്നിവർ സംസാരിച്ചു. പാണ്ടിപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സജീബ് നന്ദി അറിയിച്ചു. ഓഗസ്റ്റ് 9 യൂത്ത് കോൺഗ്രസ് വിൽവട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൌരാഗ് PG അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി MS ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ, ഡിവിഷൻ കൌൺസിലർ അരുൺ തടത്തിൽ, ബൈജു, KV രാഗേഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. അഖിൽ പേരോത്ത്, രാജീവ് CV, അഖിൽ കൃഷ്ണൻ, വിപിൻ മാരാത്ത്, സോനുമോൾ, AS രാജാറാം, സുധാകരൻ, മുരളീധരൻ, CS രഘു എന്നിവർ സന്നിഹിതരായിരുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി രാജാറാം സ്വാഗതവും KSU മണ്ഡലം പ്രസിഡന്റ് അമൽ നന്ദിയും അറിയിച്ചു. ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി.
വാർത്തകൾ തുടരുന്നു. കിഴക്കുംപാട്ടുകര കുമ്മാട്ടി മഹോത്സവത്തിന്റെ ആവേശത്തിൽ കുമ്മാട്ടിക്കളിയുടെ ഈറ്റില്ലമായി കിഴക്കുംപാട്ടുകര കുമ്മാട്ടി മഹോത്സവത്തിന് വിളംബരം അറിയിച്ച് കമാനങ്ങൾ ഉയർന്നു. ഫ്രണ്ട്സ് ഓഫ് രാജർഷി കുമ്മാട്ടി സംഘത്തിന്റെ 20ാം വാർഷികവും കുമ്മാട്ടി മഹോത്സവം ഓഗസ്റ്റ് 25 മുതൽ 28 വരെ നടക്കും. ബ്രോഷർ പ്രകാശനം മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ നിർവഹിച്ചു. കുമ്മാട്ടി സംഘം ട്രഷറർ ദീപക് എ വി അധ്യക്ഷത വഹിച്ചു. ഷോബിൻ തോമസ്, കെ പ്രവീൺ, ജിതിൻ ദാസ്, പ്രിയദർശൻ, വിഷ്ണു CK, അബിൻ പോളി, ജോബിൻ റാഫി, വിശ്വരഥൻ എന്നിവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി വർണ്ണപ്പൊടികളുടെ ദൃശ്യവിസ്മയവും കുമ്മാട്ടി മുഖങ്ങളുടെ പ്രദർശനവും വീരനാട്യവും വാദ്യമേളങ്ങളോടുകൂടിയ കുമ്മാട്ടി പുറപ്പാടും നടക്കും. നമ്മുടെ ക്ലബിന്റെ അതായത് ഫ്രണ്ട്സ് ഓഫ് രാജർഷി കുമ്മാട്ടി മഹോത്സവത്തിന്റെ ആദ്യ ചടങ്ങാണ് ബ്രോഷർ പ്രകാശനം. 4 ദിവസത്തെ പരിപാടിയാണ് കിഴക്കുംപാട്ടിലെ നമ്മൾ നടത്തപ്പെടുന്നത്. അതിൻ്റെ അപ്പോൾ ഏറ്റവും വലിയ ചടങ്ങാണ് ബ്രോഷർ പ്രകാശനം. നമുക്ക് അതിൻ്റെ ബ്രോഷർ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനനായ നമ്മുടെ മേള വാദ്യകലാരംഗത്ത് പ്രശസ്തനായ അനിയൻകുട്ടി മാരാറാണ്. അപ്പോൾ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ ബ്രോഷർ പ്രകാശനം ചെയ്യുന്നതിന് ക്ഷണിച്ചു കൊള്ളുന്നു. ബലിതർപ്പണത്തിനൊരുങ്ങി വാണിയംപാറയുടെ പുണ്യതീരം. പിതൃക്കളുടെ മോക്ഷത്തിനായി കർക്കിടകവാവ് ബലിതർപ്പണ ചടങ്ങുകൾക്കൊരുങ്ങി വാണിയംപാറയുടെ പുണ്യതീരമായ പ്ലാക്കാട് ഭദ്രകാളി വനദുർഗ ക്ഷേത്രം. കർക്കിടകവാവ് ദിവസം ബുധനാഴ്ച രാവിലെ 6-ന് ബലികർമ്മങ്ങൾ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി തൈവളപ്പിൽ സുരേഷ് തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ബലികർമ്മങ്ങൾ നടക്കുക. മൺമറഞ്ഞുപോയ മുൻ തലമുറയെ സ്മരിക്കാനും മോക്ഷപ്രാപ്തിക്കായുള്ള ചടങ്ങുകൾ നടത്താനും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ കഴിയും. ശേഷം പീച്ചി ഡാമിന്റെ റിസർവോയറിൽ സ്നാനം നടത്താനുള്ള സൗകര്യം സുരക്ഷിതമായി ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് പ്രകാശൻ, സെക്രട്ടറി ശ്രീജ രാജേഷ്, ഖജാൻജി ശ്രീജിത്ത്, രക്ഷാധികാരി മോഹനൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ബലിതർപ്പണത്തിന് ബുക്ക് ചെയ്യാനും ബന്ധപ്പെടേണ്ട നമ്പർ 8289907720 95265854221. പാണഞ്ചേരി പഞ്ചായത്തിലെ 8ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാക്കോട് വനദുർഗ ഭദ്രകാളി ക്ഷേത്രമാണ്. ഇവിടെ ആണ്ടുതോറും ബലിതർപ്പണം നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷവും ഭംഗിയായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ അമ്പലത്തിന് ഒരുപാട് കാലം പഴക്കമുള്ള ഒരു അമ്പലമായിരുന്നു. ഡാം വരുന്ന സമയത്ത് ഈ അമ്പലമൊക്കെ നശിച്ചു പോയതാണ്. അത് കഴിഞ്ഞാണ് ഇവിടെയുള്ള കുറച്ച് കുടുംബക്കാർ ചേർന്നത് പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി. ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 2012 പുനഃപ്രതിഷ്ഠ നടത്തി. അതിനു മുമ്പ് ഒരു വിഗ്രഹവും ഒരു ചെറിയ ഇതൊക്കെ ആയിരുന്നുള്ളൂ. അപ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തി 12 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തി. അങ്ങനെ ഇപ്പോൾ ഒരു 14 വർഷത്തോളമായി അമ്പലം വന്നിട്ട്. ഇത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമായിരുന്നു. അപ്പോൾ ഡാമിന് വേണ്ടി സ്ഥലമൊക്കെ എടുത്തു പോയ കാലത്ത് അതൊക്കെ നശിച്ചു പോയതാണ്. അപ്പോൾ ഇപ്പം കുറച്ച് കുടുംബങ്ങളുണ്ട്. ഞങ്ങളത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ബലിതർപ്പണത്തിന് വേണ്ട, അതായത് ഞങ്ങളുടെ തൈവളപ്പിൽ സുരേഷ് തന്ത്രി എന്ന് പറയുന്ന ആളുടെ കാർമ്മികത്തിലാണ് നടത്തുന്നത്. അതേപോലെ ബലിതർപ്പണത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും അമ്പലത്തിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ അമ്പലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ആലുവ കഴിഞ്ഞാൽ മുങ്ങി കുളിക്കാനുള്ള ഒരു സൗകര്യം പീച്ചി റിസർവറിലെ വെള്ളമാണ്. ഇഷ്ടംപോലെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പുറത്തുനിന്ന് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാട് പരിസരം, പിന്നെ പാടം, നല്ല പ്രകൃതിയമായ ഒരു സൗന്ദര്യം ആസ്വാദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒന്നില്ലായ്മയിൽ നിന്ന് ഞങ്ങൾ ഇത്രമിലേക്ക് എത്തിച്ചു. വെറുതെ ഒരു തറ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുല്ലത്തറ പോലെ ഒരു ചെറിയൊരു തറ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾ 40 വീട്ടുകാരുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾ ഇത്രമിലേക്ക് എത്തിച്ചു. പിന്നെ ഫസ്റ്റ് കർക്കടവിലേക്ക് ഞങ്ങൾ ആറാട്ടുപുഴയ്ക്ക് പോകാൻ നിന്നതാണ് ഞങ്ങളൊരു 3 ആൾ. അപ്പോൾ ഇവിടെ കർക്കടവിലി മുങ്ങാനുള്ള എല്ലാ സൗകര്യം ചെയ്തപ്പോൾ ഞങ്ങൾ 3 ആൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ശരിയാവില്ല. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ എന്നാൽ നമുക്ക് അമ്പലം അടച്ചിടാം, അടുക്കള അടച്ചിടാം, നമുക്ക് പരിപാടി വേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ഒരു ശാസന രീതിയിൽ ഞങ്ങളെ പറഞ്ഞു. ഞങ്ങൾക്കത് വിഷമായി. അപ്പം ഞങ്ങൾ പറഞ്ഞന്ന് ശരി ഞങ്ങൾ പോണില്ല, ആറാട്ടുപുഴയ്ക്ക് പോണില്ല,
എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ ചേച്ചിയോട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മ ചേച്ചി കർക്കിടക വലിയുടെ നൊൽമ്പ് എടുത്തോ, ഒരിക്കലും എടുത്തോ, നമുക്ക് ഇത് കഴിഞ്ഞ് കർക്കിടക വലി നമ്മുടെ പൂജ ഗണപതി ഹോമം, അന്ന് ഇവിടെ ഗണപതി ഹോമമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പാടത്ത് നമുക്ക് പോയി ബലിതർപ്പണം നമുക്ക് സ്വയം ചെയ്യാം, നമ്മൾ കൊടുക്കണ വലി നമ്മുടെ കാരണവന്മാർ കൈ കൊണ്ടോളും, ഒരിക്കലും എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ അന്ന് കർക്കിടകത്തിൽ ഞങ്ങൾ എല്ലാ വർഷം ഗണപതി ഹോമം നടത്താറുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഗണപതി ഹോമം തന്നെ ഉണ്ടായിരുന്നു. ആ ഗണപതി ഹോമം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, തന്ത്രി ഞങ്ങളിങ്ങനെ കർക്കിടക ബലി എടുത്തിട്ടുണ്ട്, നൊൽമ്പ് എടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾക്ക് ബലിയിടണം, അതിനെന്താ ചെയ്യുക, ഞങ്ങൾക്ക് ആ മന്ത്രം ഒന്ന് തന്ത്രി പറഞ്ഞു തരുന്നായിരുന്നു. അതിനെന്താ ചേച്ചി, ഞങ്ങൾ ചേച്ചി പോരെ, മുങ്ങി പോരെ, നമുക്ക് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ആള്, എന്റെ ഭർത്താവും ഈ ചേച്ചി ഞാനും കൂടി ഞങ്ങൾ 3 ആൾ അന്ന് ബലിയിട്ടു. അങ്ങനെയാണ് ബലിതർപ്പണം ഇവിടെ തുടങ്ങിയത്. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എല്ലാ വർഷം നമുക്ക് ഇവിടെ നടത്താം. അപ്പൊ എല്ലാവരും പറഞ്ഞു, അയ്യോ പറഞ്ഞാൽ ഞങ്ങൾ ഇട്ടേനെ, ഒരിക്കലും എടുത്ത് ഞങ്ങൾ ഇട്ടേനെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇപ്പൊ നിരവധി ആൾക്കാർ വരുന്നുണ്ട്. ആ വർഷം ഇപ്പൊ ഈ 3 ആളെന്നുള്ളത് ഇപ്പൊ 300 ആളായിട്ടുണ്ടാവും. ഇപ്പൊ 300 ആളല്ല, അതിലും കൂടുതലായിട്ടുണ്ടാവും. ഇനി ഇത് കൂടി കൂടി വരണം. ആ സമയത്ത് കർക്കിടകത്തിൽ വെള്ളം ഫുള്ളാവും. ഫുള്ളായി കഴിഞ്ഞ സുഖമാണ് ഇവിടെ ബലിയിടലും, ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ വന്ന് ബലിയിടാം. ഈ അമ്പലം ക്ഷേത്രം കുറ്റിയടിച്ചപ്പോൾ തന്നെ ആശാരി അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ശിവന്റെ ഒരു ചൈതന്യം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഈ ബലിതർപ്പണം വന്നത്. അത് ചിലപ്പോ ഈ അമ്പലം വന്ന പോലെ ചിലപ്പോ ഇനി ഭഗവാന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ദർപ്പണം ഇവിടെ വന്നത്. ഇപ്പൊ ഗണപതിയുടെ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഗണപതിയുടെ അമ്പലം വന്നില്ലേ. 12 വർഷം ഞങ്ങൾ അന്ന് ഈ അമ്പലം കുറ്റിയടിച്ച സമയത്തും അന്ന് ഞാനിവിടെ ഉണ്ട്. ഞാൻ അന്ന് ഇവിടെ സെക്രട്ടറിയാണ്. ഈ അമ്പലം കുറ്റിയടിച്ച സമയത്ത് അന്ന് ആചാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ശിവ ചൈതന്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ഈ ബലിതർപ്പണം. പാണഞ്ചേരി അമിഗോസ് ക്ലബിന്റെ ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഡബിൾസ് മത്സരവും നടത്തി. ഒല്ലൂർ MLA കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് അധ്യക്ഷയായി. കേരള ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോസ് സേവ്യർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അമിഗോസ് ക്ലബ് പ്രസിഡന്റ് ജോൺ റാൾഫ് അധ്യക്ഷനായി. 14,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ 2 ഷട്ടിൽ കോർട്ടുകളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒരെണ്ണം കുട്ടികൾക്ക് കളിക്കാനും പരിശീലനം നടത്താനുമുള്ളതാണ്, മറ്റൊന്ന് പ്രധാന ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനും. ഉദ്ഘാടന ദിവസം ജില്ലയിലെ പ്രമുഖ ക്ലബ്ബുകളിൽ നിന്നുള്ള കളിക്കാരുടെ സൗഹൃദ മത്സരം നടന്നു. സെക്രട്ടറി ജെഷിൻ പാലത്തിങ്കൽ, ട്രഷറർ ബെന്നി കെ ജോസഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രകാശ് വാര്യർ, ക്ലബ് അംഗം കൂടിയായ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP രവീന്ദ്രൻ, ക്ലബ് അംഗങ്ങളായ ബെന്നി വടക്കൻ, സുശീൽ കുമാർ, രാജീവ് ജീവ്സ്, റജീവി മാത്യു, സജിമോൻ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ ബാലാരിഷ്ടതകളെയും മറികടന്നുകൊണ്ട് നല്ല നിലവാരത്തിലുള്ള സംസ്ഥാനതല മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമായി നല്ല മനോഹരമായിട്ടുള്ള 2 കോർട്ടുകൾ ഇപ്പോൾ വന്നു. ഞാൻ ജോണേട്ടനോട് ചോദിക്കുകയായിരുന്നു, ഇവിടെ പൊതുപരിപാടി നടത്താൻ ഈ കോർട്ടിൻ്റെ ഒരു തടസ്സമുണ്ടോ, നമുക്ക് കവർ ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഞാനപ്പോൾ സുഹൃത്തു കൂടിയായിട്ടുള്ള ജോസിനോട് പറഞ്ഞു, സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളൊക്കെ വന്നാൽ ഇവിടേക്ക് തന്നെ ക്ഷണിച്ചു കൊണ്ടുവരണം, ഇതൊരു കേന്ദ്രമായി മാറണം. ഞാൻ ടീച്ചറുമൊക്കെ കൂടി ഞങ്ങളുടെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഇവിടേക്ക് ചില പൊതുപരിപാടികൾ കൂടി കൊണ്ടുവരാൻ പറ്റുമോ എന്നുകൂടി പരിശ്രമങ്ങൾ നടത്തിയാൽ നമ്മുടെ ഈ കേന്ദ്രം വളരെ സജീവമാകും, അതിനെ നന്നായി കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ മാത്രമല്ല, ഇതിനകത്തുള്ള അംഗങ്ങൾ തന്നെ വളരെ പ്രോജ്വലരായിട്ടുള്ള, വളരെ പ്രമുഖരായിട്ടുള്ള, ഈ പ്രദേശത്തിൻ്റെ ആകെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നവരാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ എല്ലാ സംഭാവനകൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇവിടെ ഈ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ആകെ ഉണ്ടാകുന്നൊരു തടസ്സം, കുറച്ച് ദൂരം ജോർജേട്ടൻ്റെ വീട് മുതൽ ഇങ്ങോട്ട് കയറ്റത്തിലേക്ക് എത്തുന്നത് വരെ ആ റോഡ് ഒന്ന് സുഗമമായി കിട്ടണം എന്നാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വാർഡ് മെമ്പറും കൂടി ആലോചിച്ചു. അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട്, വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റ് കിട്ടുന്ന മുറയ്ക്ക് ആ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പണം MLA ഫണ്ടിൽ നിന്ന് നൽകുന്നതാണെന്ന കാര്യം കൂടി ഇവിടെ അറിയിക്കുകയാണ്. പണം അറിയാൻ ഏറ്റവും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പറ്റും. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യ എന്ന് പറയുന്ന
കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹത്തണൽ 2026 12ാമത് സമൂഹ വിവാഹം, കുടുംബ സംഗമം, 15ാമത് സംസ്ഥാന സമ്മേളനം എന്നിവ തൃശൂരിൽ സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന സമൂഹ വിവാഹവും സംസ്ഥാന സമ്മേളനവും കായികമന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം ജില്ലാ കളക്ടർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വധൂവരന്മാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 6 ജോഡി വധൂവരന്മാർ വിവാഹിതരായി. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന രക്ഷാധികാരി ഡോക്ടർ അബ്ദുള്ള ഹംസ വധൂവരന്മാർക്കുള്ള താലി നൽകി. പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക് അധ്യക്ഷയായി. റഫീഖ് അഹമ്മദ്, അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ, ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക, നാസർ പട്ടാമ്പി, പ്രകാശ്, വധൂവരന്മാരുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ താലികെട്ടൽ 6 പേരും താലി കെട്ടിക്കോളൂ. നല്ലൊരു ഭാവി ജീവിതം നിങ്ങൾക്ക് ഞങ്ങൾ സംഘടനയുടെ ഭാഗത്തും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തും നേരുകയാണ്. നല്ലൊരു കൈയോടെ കേട്ടിട്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് കുവൈറ്റ് ചന്ദ്രൻ പ്രസിഡന്റ് സാന്ത്വനം കുവൈറ്റ് കൈമാറുന്നു. വധൂവരന്മാർക്ക് സാന്ത്വനം കുവൈറ്റിന്റെ സ്നേഹസ്പർശം കൈമാറുന്നു. ഇവിടെ ചേർന്ന മുഹമ്മദ് അലി, the founder and chairman of Medex Group, Kuwait. യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് സമഭാവനയുടെയും സേവനത്തിന്റെയും ലഹരിയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ്. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കുംകര പഞ്ചായത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ നിയോജക മണ്ഡലം തല ക്വിറ്റ് ഇന്ത്യ ദിനവും സ്ഥാപക ദിന ആഘോഷവും നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. O. ശ്രീകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് K. ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിജോയ് ജോണി, സബീല IA, സുനിമോൾ ജോജു, ഹരി കിഴക്കേക്കര, ബൈജു ഐനിക്കൽ, കിരൺ ഫ്രാൻസിസ്, ക്ലീറ്റസ് കരുമത്ര, സിഞ്ചു അടങ്ങളം, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അനൂപ് തോമസ് എന്നിവർ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി നന്ദിയും അറിയിച്ചു. ഇന്ന് ഈ മണ്ണിൽ നടക്കുന്നത് അതിന്റെ ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ട അതിഥി പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ചന്ദ്രശേഖരേട്ടൻ, പ്രിയപ്പെട്ട മഹാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജോയ് അടക്കമുള്ള, അശ്വിൻ അടക്കമുള്ള, സബീല അടക്കമുള്ള, പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കമുള്ള പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് 1960
ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പൊരുതുന്ന ഇന്ത്യയിലെ യുവാക്കളുടെ ശബ്ദമായി മാറിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. അതിന്റെ അടിസ്ഥാനപരമായ സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവ്മെന്റുകൾക്ക്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഏറ്റവും അധികം പങ്കുവഹിച്ച വിഭാഗം എന്ന് പറയുന്ന യുവാക്കളാണ്. 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുകയാണ്. ആ മൂവ്മെന്റിന്റെ ഭാഗമായി ഏറ്റവും അധികം ആളുകൾ, ഏറ്റവും അധികം ചെറുപ്പക്കാരാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഏറ്റെടുത്തുകൊണ്ട് സമരഭൂമിയിലേക്ക് കടന്നു വരിക. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇന്ത്യയിലെ ജയിലുകൾ അടയ്ക്കപ്പെട്ടത്. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാക്യമുണ്ട്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ സമര ചുവയിലേക്ക് നടന്നു നീങ്ങിയ വിഭാഗമാണ് യുവാക്കൾ. ആ യുവാക്കളുടെ സമരത്തിന്റെ തീഷ്ണതയിൽ ബ്രിട്ടീഷ് സർക്കാർ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കുമ്പോൾ വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആ യുവാക്കളുടെ മൂവ്മെന്റ് തുടർച്ചയെന്നോണമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന് ജന്മം നൽകിയത്. ഇത് അന്നോട്ട് ഇന്ന് വരെ നിരവധിയായ സമരങ്ങൾക്കാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഇന്ത്യയിൽ നേതൃത്വം നൽകിയത്. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. മച്ചാട് സാന്ത്വന സൊസൈറ്റിയുടെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പുന്നംപറമ്പ് മേപ്പാടം അംഗൻവാടി ഹാളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. മച്ചാട് സാന്ത്വന സൊസൈറ്റി പ്രസിഡന്റ് TK ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുനിൽകുമാർ, മച്ചാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി K രാമകൃഷ്ണൻ, മച്ചാട് സാന്ത്വന സൊസൈറ്റി അംഗങ്ങളായ VC സജീന്ദ്രൻ, C സുരേഷ്, MS സുരേഷ് എന്നിവർ സംസാരിച്ചു. മച്ചാട് സാന്ത്വന സൊസൈറ്റി സെക്രട്ടറി T പരമേശ്വരൻ സ്വാഗതവും ട്രഷറർ K നാരായണൻകുട്ടി നന്ദിയും അറിയിച്ചു. ചെങ്ങ 17-ാം തീയതി ചിലപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ആയുർവേദം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ കേരളീയർ ശീലിച്ചിട്ടുള്ള ഒരു എല്ലാവരും തന്നെ അത് കഷായം കുടിക്കലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിൽ ചെയ്യാറുണ്ട്. ആയുർവേദ വിധിപ്രകാരം അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉത്തേജനവും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗവുമായി കഷായവും ആസവും അരിഷ്ടവും ഒക്കെ നമ്മുടെ കേരളീയർ ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് ഏറ്റവും ദുർബലരായിട്ടുള്ള മനുഷ്യർക്ക് കൂടി നൽകുക എന്നുള്ള ലക്ഷ്യമാണ്
നമ്മൾ ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പിലൂടെ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇന്നിവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്തി അത്യാവശ്യമുള്ള ആളുകൾക്ക്, ഇവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ രോഗത്തിനനുസരിച്ചുള്ള മരുന്നുകളും ആസ്വാദിഷ്ടങ്ങളും എല്ലാം കൊടുക്കുന്ന രീതിയിലാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മരുന്നും അതുള്ള കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്വാതന്ത്ര്യ സൊസൈറ്റിയുടെ ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ. താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രം തന്ത്രി പാലിക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. പോലുവളപ്പിൽ പെരുമാൾ അയ്യപ്പൻ എഴുത്തച്ഛൻ എന്ന കുട്ടേട്ടൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കാലത്ത് 9 മണിക്ക് വീട്ടുവളപ്പിൽ. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ച് പാണഞ്ചേരി യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും മണ്ഡലത്തിലെ മുഴുവൻ യൂണിറ്റിലും വിപുലമായി ആചരിച്ചു. ചാത്തംകുളം പ്രിയരഞ്ജൻ ദാസ് മുൻഷി നഗറിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രജീഷ് CM അധ്യക്ഷനായി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈജു കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പാണഞ്ചേരിയിലെ മുഴുവൻ യൂണിറ്റുകളിലും യൂത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്തുകയും ക്വിറ്റ് ഇന്ത്യ ദിനത്തെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും അനുസ്മരിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും ധീര രക്തസാക്ഷികളെ അനുസ്മരിക്കുകയും ചെയ്തു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിയൻ ആശയത്തിലൂന്നി ജനാധിപത്യം, സാമൂഹിക നീതി, യുവശക്തി എന്നീ ആപ്തവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാട്ടം, സേവനം, ഐക്യം എന്ന മുദ്രാവാക്യവുമായി രാഷ്ട്രത്തിന്റെ തിരുത്തൽ ശക്തിയായി, പുരോഗതിയുടെ പ്രേരക ശക്തിയായി മാറാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എക്കാലത്തും പ്രതിജ്ഞാബദ്ധമാണെന്ന് നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജിസൺ സണ്ണി, ബ്ലസൻ വർഗീസ്, സജാദ് ഇബ്രാഹിം, ബിബിൻ പി ചാക്കോ, ഹസീന മനാഫ്, ബിബിൻ വടക്കൻ, ജോജോ കണ്ണാറ, ജോസ് ഹ്യൂബർട്ട്, ജിതിൻ മൈക്കിൾ, മനു ഗോപിനാഥ്, സനൽ സണ്ണി, ജിനീഷ് മൈലാട്ടുംപാറ, സാജൻ ജോർജ്, ഫൈസൽ, ജോമോൻ, ജിൻസൺ, കോൺഗ്രസ് നേതാക്കളായ ലീലാമ ടീച്ചർ, KP ചാക്കോച്ചൻ, കുര്യാക്കോസ് ഫിലിപ്പ്, സജി താന്നിക്കൽ, ഷിജോ പി ചാക്കോ, റെജി PP, ചാക്കുണ്ണി പരമേശ്വരൻ, അനീഷ് CA കൂടാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NHM ജീവനക്കാരുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ UDF സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് രാജൻ J. പല്ലൻ. സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവൻ രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപ്പിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് നെഹ്റു യുവകേന്ദ്ര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മേരാ യുവഭാരത് എന്ന് സംസ്ഥാന കായിക മന്ത്രി OJ ജനീഷ്. വടക്കാഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസിനുള്ളിൽ കടത്താൻ ശ്രമിച്ച രാസലഹരിയുമായി യുവാവ് പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.